മറ്റേ ആ സിനിമാ നടനല്ലേ സുഗതൻ. സുഗതനെ പറ്റിയിട്ട് ഞാൻ അന്നും ഭയങ്കര മോശമായിട്ട് പറഞ്ഞില്ലേ? മോശമാണല്ലോ. അതല്ല, എന്ത് മോശമോ? അത് മൊത്തം വായിച്ചു. എന്ത്? അയാൾ നല്ല മനുഷ്യനാണ്. നിന്നെ ഒന്ന് കണ്ട ഇവിടെ ഒന്ന്. എന്നെ എങ്ങനെ കാണാൻ വരും? പിന്നെ എങ്ങനെ നല്ലതാണെന്ന് നിനക്കറിയാം. അല്ല, അത് നല്ലതാണ്. മൂപ്പരുടെ മനസ്സ് നല്ലതാണ്. എന്തപ്പോ പെട്ടെന്ന് അങ്ങനെ തോന്നാണ്? ഒരു അമ്മൂമ്മ ഇങ്ങനെ കൈ കാണിച്ചിട്ട് അവർക്ക് ഈ റോഡ് ക്രോസ് ചെയ്യണം. അപ്പൊ ക്രോസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ ഒരൊറ്റ ആൾക്കാർ എന്ത് ജാതി മനുഷ്യരാണ്, ഒരു വണ്ടി നിർത്തി കൊടുക്കണില്ല. വണ്ടി നിർത്തി കൊടുത്താലേ അവർക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുമോ? ഇങ്ങേര് വന്നപ്പോ ഇങ്ങേരെ വണ്ടി നിർത്തി ഇറങ്ങിയ അങ്ങേര് താഴെ ഇറങ്ങി. അമ്മൂമ്മയുടെ കൈ പിടിച്ച് നേരെ റോഡ് ഇപ്പുറം കടത്തി. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് എന്തോ കൊടുത്തു. ഞാൻ വിചാരിക്കുന്ന ഒരു 500 ഉറുപ്പ്യ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ആര് ചെയ്യും? എനിക്ക് ഭയങ്കര സങ്കടമായി സത്യത്തിൽ അത് കണ്ടിട്ട്. കരഞ്ഞൊന്നുമില്ല, പക്ഷെ ഒരു വിഷമം വന്നിരിക്കും. ഭയങ്കരമായിട്ട് കൊണ്ടല്ലേ. അങ്ങനെയൊന്നും ചെയ്യില്ല ആൾക്കാര് ഇപ്പോഴത്തെ. പൊട്ടം കൊണാപ്പാ നിന്നെപ്പോഴുള്ളവർ പൊട്ടകളെ വിശ്വസിപ്പിക്കാനായിട്ട്. നിന്നോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ ചെയ്ത പോലത്തെ PR വർക്കാണെന്ന്. കഷ്ടം തന്നെടാ നിന്റെ കാര്യം. വളരെ കുറച്ച് ദിവസം മുമ്പ് തന്നെ നീയും ഈ സുഗതനെ കുറ്റപ്പെടുത്തിയത്. അവൻ അന്ന് ആ നടിക്കെതിരെ മോശമായിട്ട് പെരുമാറിയതിന് അവരുടെ എന്തോ സിനിമാ പ്രൊമോഷനിൽ ചാനലുകാർ എന്തോ ചോദിച്ചപ്പോ അവൻ മുണ്ടു അഴിച്ച് കാണിച്ച് തെറിയും വിളിച്ചതല്ലേ? അന്നല്ലേ? അപ്പൊ നീ കുറ്റപ്പെടുത്തിയില്ല അന്ന്? അന്ന് കുറ്റപ്പെടുത്തി. പക്ഷെ ഇതുപോലെ സംഗതി ആര് ചെയ്യും? ഇത് അയാളുടെ മനസ്സാണ്. അപ്പൊ നല്ലത് കണ്ട നല്ലതെന്ന് പറയാത്തത്. ഞാൻ ഇനി പറയണത് നീ ഇതൊന്ന് ശ്രദ്ധിച്ചു കേക്ക്. ഇങ്ങനെയുള്ള നടന്മാരും വലിയ രാഷ്ട്രീയക്കാരും അവര് തന്നെ വളർത്തുന്ന ഒരു PR സംഘമുണ്ട്. ചെലവും കൊടുത്തിട്ട് അവരെവിടെ പോകുമ്പോഴും അവരെ കൂടെ ഉണ്ടാവും വേറൊരു വണ്ടിയിൽ. എന്നിട്ട് അവർ ഇറങ്ങി കാണിക്കുന്നതൊക്കെ ഇങ്ങനെ എടുക്കുന്നു, വീഡിയോ ഇടുന്നു, കുറച്ച് സെന്റിമെന്റ്സ് മ്യൂസിക് ഇടുന്നു. നിന്നെ പോലുള്ളവർ അത് കണ്ടിട്ട് ഇങ്ങനെ ചങ്ക് തകർന്ന് കരയുന്നു. അതെ, അപ്പൊ നന്മ നമ്മളൊരു വീഡിയോ നന്മ ഉള്ളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പോവില്ലേ? നന്മ എന്ന് പറയുന്നത് മനസ്സറിഞ്ഞ് ചെയ്യണം. അതെ, അത് ചെയ്ത ആളുകളെ കാണിക്കലല്ല. അത് സത്യസന്ധമായി ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കാം. ഇത് കാട്ടുകൂട്ടലാണിത്. ഇത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യണ, വെള്ള പൂശാൻ വേണ്ടി. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം. ആരാരുമേ തേടാത്ത നിന്നുൾ നാമ്പു തേടി ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാം മധുരമൂറും ചിരിയാലെ നീ പ്രിയ സമ്മതം മൂളുമാ മനതാരിൽ അഴിനീക്കി നീ ഇണയാവാൻ പോരുമോ കാലമാകുന്ന തോണിയിൽ നമ്മൾ ഇന്നിതാ ചേരവേ പീലി നീർത്തുന്നൊരായിരം ജാലമെന്നിലിന്നാകവേ പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ പുതിയ റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മാഡം. ഓക്കെ നോക്കിക്കോളൂ. ശരി. മണ്ടു, നമ്മുടെ നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട് ഒരു വീഡിയോന്റെ ഇടയിൽ. അവനൊന്ന് കൈകാര്യം ചെയ്താക്കാൻ വിളിച്ചു പറഞ്ഞു.
കേട്ടോ, ഇനി ആയുസിൽ അവനത് ഇടരുത്. ആ വാ. അതെ, ഇന്നലെ ഇട്ട റീലിന്റെ അടിയിൽ വന്ന നെഗറ്റീവ് കമന്റ്സില്ലേ, അതൊന്ന് നോക്കിയിട്ട് ഒന്ന് കൈകാര്യം ചെയ്തേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. ഹായ് ഹായ് സർ. ഓ താങ്ക് യു. ഇരിക്കി. എന്തായി? നന്ദിയുണ്ട് സാറേ. സുഖം സാറ് പറഞ്ഞ വെച്ചാണ്. നിങ്ങൾ ചെയ്യുന്ന റീൽസ് ഉണ്ടല്ലോ, ജനഹൃദയങ്ങളുടെ ഹൃദയത്തിലേക്കാണ് തറച്ചത്. അവർ ഈ സുഖം സാർ ഇന്ന് ആരാ? സത്യം പറഞ്ഞ ഒരു ഗ്യാപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പുല്ലിന്റെ വില ഉണ്ടായിനി. ഇപ്പൊ സ്വർണത്തിന്റെ തങ്കത്തിന്റെ മുത്തിന്റെ വിലയാണ്. സ്ത്രീകളുടെ ഇടയിൽ, കുട്ടികളുടെ ഇടയിൽ, മുതിർന്നവര്, ചെറുപ്പക്കാർ എന്നും പറയണ്ട. സുഖം സാറേ, നിങ്ങൾ തന്നെ റീൽസ് കൊണ്ട് വളരെ വളരെ നമുക്ക് അറിയാൻ പറ്റണ്ട, ഇവിടെ റീച്ച് അറിയാലോ സാർ. അതിന് ഒരുപാട് നന്ദി പറയാൻ പറഞ്ഞു. സാറിന് സമയമില്ല. ആ സിനിമയോ അത് കേട്ടാ മതി. ഹാപ്പിയാണ്. ഇമേജ് ടോപ്പിൽ നിൽക്കുകയായിരുന്നു. നീ എന്നെ കാണും, ഞാൻ പേടിയാവും, നീ മാത്രമാണോ? ചേട്ടൊന്നും മിണ്ടാതിരിക്കും, അച്ഛൻ കേക്കും. മേലെ വാനത്താരാമത്തിൽ നക്ഷത്രങ്ങൾ തുടങ്ങും. അച്ഛൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. തീരാമോഹം മാതകമാമൻ പൂവൽ മെയ്യിൽ തഴുകിയിറങ്ങും. മിടിക്കും മനസ്സിൽ സുഖത്തിൻ തരംഗം, എനിക്കും നിനക്കും ലയത്തിൻ വസന്തം. Come on, baby. മേലെ വാനത്താരാമത്തിൽ നക്ഷത്രങ്ങൾ പൂത്തു തുടങ്ങും. തീരാമോഹം മാതകമാം നിൻ പൂവൽ നെയ്യിൽ തഴുകിയിറങ്ങും. മോളെ മോളെ എന്താച്ചാ? ഒന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒച്ച കേൾക്കുന്നത്? ഇല്ലല്ലോ. സംസാരിക്കുന്ന ഒച്ച ഇല്ല ഇല്ലേ? ഇല്ല, അച്ഛൻ ചിലപ്പോ തോന്നിയതായിരിക്കും. മേനക്കാറു സംസാരിക്കുന്നു തോന്നി. എന്നാ കിടന്നോ മോളെ, കേട്ടാ കിടന്നോ. എന്താ അച്ഛൻ വല്ല സ്വപ്നം കണ്ടോ? എന്തോ എനിക്കങ്ങനെ തോന്നി. ആ തോന്നിയാലും ഹൃദയത്തിൽ നിന്നും ലക്ഷ്മിയോടൊപ്പം എന്ന ചാറ്റ് ഷോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് മലയാളത്തിന്റെ മഹാനടനാണ്. കുറേയേറെ കാലം, ഏകദേശം 30 വർഷത്തിലേറെയായി മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും
നമ്മളുടെ കൂടെ നടന്ന നമ്മളുടെ മഹാനടൻ, ഒരുപാട് നാഷണൽ അവാർഡുകളും സ്റ്റേറ്റ് അവാർഡുകളും ഒരുപാട് പുരസ്കാരങ്ങളും നേടിയെടുത്ത മഹാനടൻ സൂപ്പർ സ്റ്റാർ സുഗതൻ സാറിനെ ഞാൻ ഈ ഒരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. നിങ്ങളാണോ ഒരു നടൻ? അതാ ഞാൻ തന്നെയാണോ നടൻ? ചിലക്കണ്ട പോടാ, ഇറങ്ങി പോടാ. സർ, ഒരുപാട് സന്തോഷം സാറിന് ഇങ്ങനെ അടുത്ത് കാണാനും ഈ ഒരു വേദി പങ്കിടാനും പറ്റിയതിൽ. എന്റെ ആദ്യത്തെ ചോദ്യം, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു 30 വർഷക്കാലത്തിലേറെയായി സർ മലയാളികളുടെ കൂടെ നടക്കുകയാണ്. ഈ ഒരു 30 വർഷക്കാലത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ നടന്നില്ല, 10-30 കൊല്ലമായിട്ട് ഞാൻ അഭിനയിക്കുന്ന പടങ്ങൾ നീ കണ്ടിട്ടില്ല. ഒരുപാട് സന്തോഷം. 30 വർഷക്കാലം മലയാള സിനിമയിൽ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി നല്ല നല്ല കഥാപാത്രങ്ങളെ രചിച്ച കഥാകൃത്ത്, സംവിധാനം ചെയ്ത സംവിധായകൻ, സിനിമ നിർമ്മിച്ച നിർമ്മാതാവ്, അതിലുപരി എന്റെ കഥാപാത്രങ്ങൾ നെഞ്ചിലേറ്റിയ എന്റെ പ്രിയപ്പെട്ട ജനങ്ങളോടാണ്. ജനങ്ങളോടുള്ള നന്ദിയും കടപ്പാടും എന്നും മരണം വരെ ഞാൻ സൂക്ഷിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം പൊതുജനം കാണുന്നതാണ്. പൊതുജനം കണ്ട എനിക്ക് പൊതുജനത്തിന്റെ ഇപ്പൊ പണ്ട് കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും സിനിമയിലേക്ക് എത്തിപ്പെട്ടതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സാർ, 30 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഞാൻ ചോദിക്കുന്നു. സാറിന്റെ ഫസ്റ്റ് സിനിമയിലേക്ക് സാർ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം അതെന്തായിരുന്നു എന്ന് പറയാമോ? എന്റെ കലാജീവിതം തുടങ്ങുന്നത് ഞാനൊരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛൻ ചെറുപ്പത്തിലെ മരണപ്പെട്ട ഞാൻ, അമ്മയുടെ ശിക്ഷണത്തിൽ ഞങ്ങൾ 6 മക്കൾ കഞ്ഞിക്ക് വകയില്ലാതെ ജീവിക്കുന്ന കാലത്താണ് എന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കുടുംബത്തെ സഹായിക്കുന്നതിനും വേണ്ടി ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന വിദ്യാലയത്തിന് തൊട്ടു മുന്നിലുള്ള സുമേഷേട്ടന്റെ ചായക്കടയിൽ ഞാൻ ഇച്ചിൽ പ്ലേറ്റ് എടുക്കാനും മേശ തുടയ്ക്കാനും പോകുമായിരുന്നു. ഒരു ദിവസം സുമേഷേട്ടന് പനിയായതുകൊണ്ട് സ്കൂളിൽ പോവാതെ ഞാൻ ചായക്കടയിൽ ജോലി ചെയ്യുന്ന സമയം, അന്ന് സ്കൂളിൽ പിയൂണില്ലാത്തതുകൊണ്ട് എന്നോട് അധ്യാപകർക്കുള്ള ചായയുമായി ചെല്ലാൻ മാഷു പറഞ്ഞു. ഞാൻ ചായക്കെറ്റിലുമായി സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർ എൻ്റെ കൂടെയുള്ള വിദ്യാർത്ഥികളെ നിരത്തി നിർത്തി നാടകം പഠിപ്പിക്കുകയായിരുന്നു. അതിലൊരു പയ്യൻ അഭിനയിക്കുന്ന കഥാപാത്രം അധ്യാപകർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എന്നോട് പറഞ്ഞു, സുഗത, ഈ വേഷം നീ ഒന്ന് ചെയ്തു നോക്കൂ എന്ന്. കേട്ട മാത്രയിൽ ചായക്കെറ്റിൽ മേശപ്പുറത്ത് വെച്ച് ഞാൻ അപ്പോൾ തന്നെ ആ കഥാപാത്രമായി മാറി. ഞാൻ അഭിനയിച്ച് കാണിച്ചപ്പോൾ എന്റെ ഗുരുനാഥന്മാരുടെ കണ്ണ് നിറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെല്ലാം കൈയടിച്ചു. അതാണ് എന്റെ കലാജീവിതത്തിന്റെ തുടക്കം. അടുത്ത ഞാൻ ചോദിക്കാൻ പോകുന്നത് സാറിന്റെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ പറ്റിയാണ്. സാർ ഒരുപാട് സ്റ്റേജിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സാറിന്റെ അമ്മേനെ പറ്റി. സാറിന്റെ അമ്മ സാറിന്റെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അമ്മേനെ പറ്റി 2 വാക്ക് പറയാമോ സാർ? അതല്ല വേറെ.
അമ്മയാണ് എൻ്റെ എല്ലാം. അമ്മയ്ക്ക് ഞങ്ങൾ 6 മക്കൾ. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു. പിന്നെ ഞങ്ങളെ നോക്കിയത് എൻ്റെ അമ്മയാണ്. എൻ്റെ ഏറ്റവും ചെറിയ അനിയനെ അമ്മ പ്രസവിക്കുന്നത് പാടത്ത് നെല്ല് കൊയ്യാൻ പോയി. കൊയ്ത്ത് കഴിഞ്ഞ് വൈകിട്ട് 7 മണിക്ക് വീട്ടിലെത്തിയപ്പോൾ കോലായിലാണ് പ്രസവിച്ചതെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ എവിടെ നിർത്തിയത്? കോലായിൽ പ്രസവിച്ചു അമ്മ. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയാണ് എൻ്റെ അമ്മ ജീവിച്ചത്. പക്ഷെ എൻ്റെ ഇന്നത്തെ ഈ വളർച്ച കാണാൻ, ലോകമറിയപ്പെടുന്ന ഒരു താരമായ എന്നെ കാണാൻ എൻ്റെ അമ്മയ്ക്ക് ആയുസ്സുണ്ടായില്ല. അതുകൊണ്ട് തന്നെ വയസ്സായ പല അമ്മമാരെയും, അനാഥരായ അമ്മമാരെയും കാണുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ഓർക്കും. ഞാൻ ഓടിച്ചു അവരെ കെട്ടിപ്പിടിക്കും. എന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ഞാൻ അവർക്ക് നൽകും. അതുകൊണ്ടായിരിക്കാം എന്നെ ഈശ്വരൻ കൈവിടാത്തത്. അമ്മയാണല്ല. അമ്മേ.